ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സ് നോക്കാം നമുക്ക്. പിന്നെ അപ്പെക്സ് ഹെൽത്ത് കെയർ നേഴ്സസിന്റെ വേക്കൻസി പിന്നെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പെക്സ് ഹെൽത്ത് കെയറിനെ കുറിച്ച്. അവരുടെ സൈറ്റില് അവർ നഴ്സസിന്റെ വേക്കൻസി പിന്നെ ഇട്ടിട്ടുണ്ട്. ക്ലിനിക്കൽ നഴ്സ് എമർജൻസി, ക്ലിനിക്കൽ നഴ്സ് പീഡിയാട്രിക്, ക്ലിനിക്കൽ നഴ്സ് മെഡിക്കൽ സർജിക്കൽ, ക്ലിനിക്കൽ നഴ്സ് ഓപ്പറേറ്റിംഗ് റൂം. ഈ 4 സ്പെഷ്യാലിറ്റിയിലേക്കാണ് അവർ വേക്കൻസി ഇട്ടിരിക്കുന്നത് കേട്ടോ. എമർജൻസി, പീഡിയാട്രിക്, മെഡിക്കൽ സർജിക്കൽ, ഓപ്പറേറ്റിംഗ് റൂം. അപ്പം അപ്പെക്സ് ഹെൽത്ത് കെയർ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ അകത്തേക്ക് പ്ലാസ്റ്റിക് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ റൂം പ്ലാസ്റ്റിക് സർജറി. അപ്പോൾ അവരതിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഖത്തറിലെ നേഴ്സസിന്റെ ജോലി നോക്കുന്നവർ അപ്പെക്സ് ഹെൽത്ത് കെയറിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ മെയിൽ ഐ ഡി വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ അവരുടെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ നഴ്സസിന്റെ വേക്കൻസി ഉണ്ട്. അത് പീഡിയാട്രിക് നഴ്സസ് ആണ് കേട്ടോ. പീഡിയാട്രിക് ICUയിലേക്കാണ്. BSc നഴ്സിംഗ് പ്ലസ് 2 years എക്സ്പീരിയൻസ് പീഡിയാട്രിക് ICUയിലൊക്കെ ഉള്ളവർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കിടപ്പുണ്ട്. സൈറ്റ് വിസിറ്റ് ചെയ്യാം. പീഡിയാട്രിക് നഴ്സിംഗ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നഴ്സസിന്റെ വേക്കൻസി പറയാനുള്ളത്. പിന്നെ ഒരു സ്കൂൾ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. സ്കൂളില് അക്കാദമിക് സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് വേക്കൻസി ഇട്ടിരിക്കുന്നത് ശാന്തിനികേതൻ ഇന്റർനാഷണൽ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതിന്റെ മെയിൽ ഐ ഡിയോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ശാന്തിനികേതൻ ഇന്റർനാഷണൽ സ്കൂളാണ്. അക്കാദമിക് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിന് മാസ്റ്റേഴ്സ് പ്ലസ് BEd ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. സ്ട്രോങ് ലീഡർഷിപ്പ് വേണമെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യാം. ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മാൻപവർ ഏജൻസി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു ക്ലിനിക്കൽ നഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. മെയിൽ നഴ്സസിന്റെ ആണ് കേട്ടോ. 5 വേക്കൻസി ഉണ്ടെന്നാണ് അവരുടെ ആഡിൽ അവർ പറയുന്നത്. അതിന്റെ മെയിൽ ഐ ഡി വേണമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. മെയിൽ നഴ്സ് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഏതോ ക്ലിനിക്കിലേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു മാൻപവർ റിക്രൂട്ടിംഗ് ഏജൻസീസ് ഡ്രൈവേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഗൾഫ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇട്ടിരിക്കുന്നത്. ഗൾഫ് ട്രിക്ക് ലൈറ്റ് ഡ്രൈവറിന്റെ വേക്കൻസിയാണ് ഇട്ടിരിക്കുന്നത്. ഖത്തറിലുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസും ഖത്തർ ID NSC ഒക്കെ ഉള്ളവര് ഡ്രൈവേഴ്സ് ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി പറയാനുള്ളത് ജനറൽ ലാബ് ടെക്നീഷ്യൻ. അതായത് BSc കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ലാബ് ടെക്നീഷ്യൻ ഏതിലേക്കുള്ളതാണെന്നറിയോ? വാട്ടർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ടെസ്റ്റിംഗ് അതിലേക്കുള്ളതാണ് കേട്ടോ. ലബോറട്ടറി അനാലിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ജനറൽ ലാബ് ടെക്നീഷ്യൻ എന്നാണ് പോസ്റ്റിന്റെ പേര്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ട്രീറ്റ്മെന്റിലേക്കുള്ള ആ ഫെസിലിറ്റിയിലേക്കുള്ള ലാബ് ടെക്നീഷ്യൻ ആണ് കേട്ടോ. അതായത് BSc കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞവർക്കുണ്ടല്ലോ. പ്ലസ് ഇതിന്റെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ലബോറട്ടറി ടെക്നോളജിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ജനറൽ ലാബ് ടെക്നീഷ്യൻ വാട്ടർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ടെസ്റ്റിംഗ് ആണ് അതിന്റെ. അപ്പം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറെ ഒന്ന് കണ്ടത് കസ്റ്റമർ സർവീസിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൽ കാൻഡിഡേറ്റിനാണ് അവർ നോക്കുന്നത് കേട്ടോ. കസ്റ്റമർ സർവീസ്. അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പ്യൂട്ടർ സ്കില്ലും ഒക്കെയുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ
കസ്റ്റമർ സർവീസിന്റെ വേക്കൻസി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അവരതിന്റെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ആഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ സർവീസിന്റെ ജോലി നോക്കുന്ന മെയിൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പ്യൂട്ടർ സ്കില്ലും ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വേറെ ഇന്ന് പറയാനായിട്ട് മെയിനായിട്ട് ഇന്ന് പറയാനായിട്ടുള്ളത് നഴ്സസിന്റെ വേക്കൻസി ആണ് കേട്ടോ. അപ്പെക്സ് ഹെൽത്ത് കെയറും സിദ്ര ഹോസ്പിറ്റലിലും അവർ നഴ്സസിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിലെ അക്കാദമിക് സൂപ്പർവൈസറിന്റെ വേക്കൻസി ശാന്തിനികേതൻ ഇന്റർനാഷണൽ സ്കൂളാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളും വേണ്ടവർ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.